എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സമയം ഞാൻ വെച്ചേക്കുന്നത് 8 മിനിറ്റ് ആണ്. ചില വീഡിയോയിൽ അതിന് കൂടുതൽ സമയം പോകാറുണ്ട്. അപ്പോൾ എന്തായാലും 8 മിനിറ്റ് വീഡിയോ ഉണ്ടാക്കാൻ എത്ര സമയം ചിലവാക്കേണ്ടതെന്നാണ് പറയാൻ പോണേ. ആദ്യം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഐഡിയ പല സ്ഥലത്തുനിന്ന് വരാം. ചിലപ്പോൾ നമ്മൾ വാർത്തകൾ കാണുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീല് ഫേസ്ബുക്കിലത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഐഡിയ കിട്ടും. അതല്ലാതെ ഞാൻ പണ്ട് ബ്ലോഗ് ചെയ്ത സമയത്ത് കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു. അതൊന്നും എഴുതി പിടിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നിന്നുള്ള കുറേ ഐഡിയാസ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഏകദേശ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു. ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നില്ല, അത്യാവശ്യം പറയേണ്ട മെയിൻ പോയിന്റ്സ് ഒക്കെ നമ്മൾ എഴുതി വയ്ക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ബ്ലോഗർ എന്ന് പറയും. പണ്ട് ബ്ലോഗ് എഴുതിയപ്പോൾ ഉപയോഗിച്ച പ്ലാറ്റ്ഫോമാണ് ഗൂഗിളിൻ്റെയാണ്. ചില സമയം നമുക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഐഡിയ ChatGPTയിലോ അല്ലെങ്കിൽ ജെമിനിയിലോ ഇട്ടിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കും. ചില വീഡിയോസിന് ചിലപ്പോൾ സ്ക്രീൻഷോട്ട് വേണ്ടി വരും. അങ്ങനെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കൽ, അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിപ്പറേഷൻ പരിപാടിക്ക് മാത്രമായിട്ട് ഒരു 15 മിനിറ്റ് പോകും. ആ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെക്കോർഡിംഗ് ആണ്. 8 മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി 30 മിനിറ്റ് എടുക്കും. ഈ 30 മിനിറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ റെക്കോർഡിംഗ് സമയമാണ് 30 മിനിറ്റ് പറയണേ. ഈ 8 മിനിറ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അരമണിക്കൂർ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്പീഡാണ് പ്രശ്നം. ഞാൻ പറയുന്ന സമയത്ത് ഭയങ്കര സ്പീഡിലാണ് പറയണേ. അത് കേട്ട് കഴിഞ്ഞാൽ എനിക്കതിനെ ചിലപ്പോൾ മനസ്സിലാവില്ല. അതായത് നമ്മളൊരു വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത വാക്ക് തലേന്ന് വരും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കും പുതിയ വാക്കും കൂടെ കൂട്ടിമുട്ടി ആകെ പ്രശ്നമാവും. അങ്ങനെ റെക്കോർഡിങ്ങിന് ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിന് ഏറെക്കുറെ 1 മണിക്കൂർ പോകും. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണിച്ചേക്കണേ. അതിന് നമ്മൾ ഈ ഫയൽസ് എല്ലാം കൂടെ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യും. പിന്നെ ഒരു റഫ് കട്ട് എന്ന് പറയും. ഈ റഫ് കട്ടിലാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിരനിരയായിട്ട് വെച്ച് ശരിയാക്കണേ. ചിലപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എല്ലാം ഒരേ സീക്വൻസ് ലെവലിൽ പറയണ്ടാവുക. എഡിറ്റിങ്ങിലെ അടുത്ത ഘട്ടം ഫൈൻ കട്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക. റെക്കോർഡ് ചെയ്തപ്പോൾ പറഞ്ഞ പലതും പിന്നെ ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ വീണ്ടും കേൾക്കുമ്പോൾ നമ്മുടെ ഐഡിയ മാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കും. അതിനൊരു 5 മിനിറ്റ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്യുന്ന സമയത്ത് മിക്കവാറും പിന്നെയും കുറച്ച് നാൾ കട്ടായി പോകും. അതിനൊരു 10 മിനിറ്റ്. അങ്ങനെ നമ്മളെ വീഡിയോ മൊത്തം റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെൻഡർ ചെയ്യണമല്ലോ. റെൻഡർ ചെയ്യാൻ വേണ്ടി 5 മിനിറ്റ് മതി. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ക്യാപ് കട്ട് എന്ന് പറഞ്ഞ എഡിറ്ററാണ്. ഇന്ത്യയിൽ ഇപ്പോൾ അത് കിട്ടില്ല എന്നുണ്ട്. ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. ചൈനീസ് ആപ്പാണ്. ക്യാപ് കട്ട് ആയതുകൊണ്ടാണ് 5 മിനിറ്റ് കഴിയണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 8 മിനിറ്റിന്റെ വീഡിയോ ചിലപ്പോൾ 10-15 മിനിറ്റ് എടുക്കും. അടുത്ത പ്രധാന ഘട്ടമാണ് തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് പോകും. അതിന്റെ മെയിൻ പ്രശ്നം എൻ്റെ കലാപരമായ വാസന ഇല്ലായ്മയാണ്. ഈ മാച്ചിങ് ആയിട്ടുള്ള ഫോണ്ട് കണ്ടുപിടിക്കുക, മാച്ചിങ് ആയിട്ടുള്ള കളർ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ ചില സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ChatGPT വെച്ചിട്ട് തമ്പനയിൽ ഉണ്ടാക്കും. ഒറ്റ തമ്പനയിലല്ല കേട്ടോ, ഒരു 3 തമ്പനയിൽ മിനിമം ഉണ്ടാക്കാറുണ്ട്. ആ 3 കൂടിയിട്ടാണ് 15 മിനിറ്റ്. അങ്ങനെ നമുക്ക് വീഡിയോ ആയി തമ്പനയിലായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണ് അപ്ലോഡിങ്. അപ്ലോഡ് ചെയ്യാൻ മൊത്തം അരമണിക്കൂർ എടുക്കും. അതിൽ 25 മിനിറ്റ് യൂട്യൂബിലേക്കാണ്. യൂട്യൂബിലേക്ക് ചുമ്മാ അപ്ലോഡ് ചെയ്താൽ മാത്രം പോരല്ലോ. അതിന് ടൈറ്റിൽ കൊടുക്കണം. അത്യാവശ്യം ആൾക്കാർ കണ്ടാൽ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന ടൈറ്റിൽ വേണം. പിന്നെ അതിന് ടാഗ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ ആയിട്ട് തിരിക്കണം. ഈ ചാപ്റ്റർ ആയിട്ട് തിരിച്ച വീഡിയോയ്ക്ക് വ്യൂസ് കുറച്ച് കൂടുതൽ വരുന്നത് കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപ്ഷൻ. യൂട്യൂബ് പരമാവധി ശ്രമിക്കും കേട്ടോ എൻ്റെ വർത്താനത്തിൽ നിന്ന് ടെക്സ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ യൂട്യൂബിനെ കൊണ്ടൊന്നും സാധിക്കില്ല. യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന ക്യാപ്ഷൻ ഞാൻ പോയിരുന്നിട്ട് കറക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതേ വീഡിയോ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടും. ഈ ചാനലിലെ വീഡിയോസ് ആദ്യം ഞാൻ എൻ്റെ പ്രൊഫൈൽ ഇട്ടായിരുന്നേ. ഇപ്പോൾ സെപ്പറേറ്റ് പേജ് തുടങ്ങിയിട്ട് ആ പേജിൽ ഇടണേ. ആ പേജിന്റെ പേര് ഇൻസ്റ്റാഗ്രാമിന്റെ പേര് തന്നെയാണ് ചിത്രലോകം. സാധാരണ നമ്മൾ വീഡിയോ അപ്പം തന്നെ പബ്ലിഷ് ചെയ്യാറില്ല. വീഡിയോ സ്കെഡ്യൂൾ ചെയ്ത് വെക്കും. സ്കെഡ്യൂൾ ചെയ്ത് വെക്കുന്നതിന്റെ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് വയലേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയും. അതൊക്കെ കറക്റ്റ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യാലോ. പിന്നെ അവസാനത്തെ പണിയാണ് മാർക്കറ്റിങ്ങും പിന്നെ കമന്റിന് റിപ്ലൈ കൊടുക്കലും. യൂട്യൂബിൽ കാര്യമായിട്ട് കമന്റ് ഒന്നും വരാറില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കാര്യമായിട്ട് കമന്റ് വരാറുണ്ട്. ചില വീഡിയോ നല്ല തെറി കിട്ടും. അത് പിന്നെ അവരുടെ ഒരു സംസ്കാരമാണല്ലോ. പിന്നെയുള്ള പണി എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ ഷോർട്സ് ഉണ്ടാക്കലാണ്. അതിന്റെ സമയം എന്തായാലും ഇതിൽ കൂട്ടിയിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മിനിറ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കുന്ന സമയം 2.5 മണിക്കൂറാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ വേറെ പണിയില്ലെന്ന്. വേറെ പണിയുണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാവിയിൽ ലൈവ് വീഡിയോ ചെയ്യുന്നതാണ് ആഗ്രഹം. ലൈവ് വീഡിയോ ആകുമ്പോഴത്തേനും എഡിറ്റിങ്ങും കട്ടിങ്ങും ഒന്നും വേണ്ടല്ലോ. നേരെ ക്യാമറ നോക്കി ആരും പറഞ്ഞാൽ പോരെ. ഈ വർത്തമാനത്തിന് സ്പീഡുള്ളതുകൊണ്ട് ലൈവ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളൊരു വീഡിയോക്ക് വേണ്ടി എത്ര സമയം ചിലവാക്കുന്നുണ്ട് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ചിലവാക്കുന്ന സമയം കമന്റായിട്ട് എഴുതുക. അതുപോലെ ഞാനീ പറഞ്ഞ ഫ്ലോ ഉണ്ടല്ലോ, ആ ഫ്ലോയിൽ ഏതെങ്കിലും ടെക്നിക്ക് വെച്ചിട്ട് സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഐഡിയയും കമന്റ് ബോക്സിൽ എഴുതാം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.